ഹായ് ഗൈസ്, എൻ്റെ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ കൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കാലം മുന്നേ ഞാൻ തന്നെ കണ്ടുപിടിച്ച എൻ്റെ റെസിപ്പി, അതായത് ഒരു ചിക്കനും പരിപ്പും ഒക്കെ മിക്സ് ആക്കിയിട്ട് കറി. ചിക്കൻ കറി ഇഷ്ടപ്പെടുന്നവർക്കും പരിപ്പ് കറി ഇഷ്ടപ്പെടുന്നവർക്കും നല്ല രീതിയിൽ സെറ്റാകുന്ന ഒരു കറി. അപ്പോൾ ഇതിന് ഞാൻ തന്നെ ഇട്ട് പേരേക്കെന്ന് വെച്ചാൽ ഷ്രെഡഡ് ചിക്കൻ ഡാൽ മസാല. ഇതിൽ തന്നെ ഈ പേരിൻ്റെ അകത്ത് മൊത്തം ഇരിക്കുന്നുണ്ട്. ഷ്രെഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 പരുവത്തിലുള്ള, അപ്പോൾ 100 പരുവത്തിലുള്ള ചിക്കനും ഈ പരിപ്പും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു കറി. എൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. എനിക്കൊരു സഹായം കൂടി ഉണ്ട്. അക്ഷയ് ഇപ്പോൾ അടുത്ത ഫ്രെയിമിലേക്ക് വരും. ഇതിനൊക്കെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ഉള്ളി, ഒരു 4-5 മീഡിയം വലിപ്പമുള്ള ഉള്ളി, കുറച്ച് പുളിക്ക് 2 തക്കാളി, ഒരു ഇച്ചിരി എരിവ് നമുക്ക് വേറെ രീതിയിൽ സാധനങ്ങൾ ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഒരു 5-6 കായ്മുളക്, ഒരു ഫുൾ വലിപ്പമുള്ള ഇഞ്ചി, ഒരു ഫുൾ വെളുത്തുള്ളി. ബാക്കി ഇതെല്ലാം കട്ട് ചെയ്തിട്ട് കറിയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ 2 പേരുണ്ട് ഇവിടെ കുക്കിംഗ് സഹായിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് അക്ഷയ്. റൂമിൽ 4 പേരുണ്ട്. 4 പേരിൽ ഒരാൾ കഷ്ടിച്ച് അധ്വാനിച്ച് ഒരു 10 മണിക്ക് ശേഷം ഇങ്ങോട്ട് വരുള്ളൂ. ഞങ്ങൾ ബാക്കി 3 പേരിൽ 2 പേരുടെ അടുക്കളയിലുണ്ട്. ബാക്കി ഒരാളുണ്ട്. എല്ലാ കൂട്ടത്തിലും കാണി ഇങ്ങനെ ഒരാൾ കണ്ടോ ചെല്ലണം കാണിച്ചോ. ഇയാളെ പണി ഇത് തന്നെ ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞാനെല്ലാം ഇട്ട ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പോലെ എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തൊക്കെ ഇട്ടത് ഇപ്പോൾ പറഞ്ഞുതരാം. ആദ്യം അങ്ങനത്തെ ഒരു പാനിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ഈ കടുക്, ഈ സാധനത്തിന് പേര് നിൽക്കാറുണ്ട്. ഈ പറഞ്ഞ സാധനം ഏലക്കായി, ഇങ്ങനെ ഈ ഉണ്ടാപ്പോത്ത സാധനമില്ല, ഈ ഉണ്ടാപ്പോത്ത സാധനം പകുതിയാക്കിയിട്ട് ബാക്കി പകുതി എടുത്ത് ഇടിച്ചിട്ടിടുക. ചെറുജീരകം, പെരുംജീരകം, വറ്റൽമുളക്, ഇത് മുഴുവനിട്ട് ഒന്ന് എണ്ണ കടുവറ ആയിക്കഴിഞ്ഞാൽ ഉള്ളി, പച്ചമുളക്, ഇത് രണ്ടും പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് നന്നായിട്ട് ഉള്ളി വാടുന്നവരെ ഇളക്കുക. മൂടി വെക്കരുത്. മൂടി വെച്ച് ഇതിനെ നശിപ്പിക്കരുത്. നന്നായി ആ എണ്ണൻ്റെ ചൂട് ഇത് വാടി മാത്രം. ഫുൾ തക്കാളി ഗൈസ്, മുറുകി വെച്ച തക്കാളി പോലും വെറുതെ കൂടുതൽ ഈ തീറ്റ പണ്ടാകും. ഈ ആവിയുണ്ട ഈ ഇത് മതി. ഇത്ര വാടിയാൽ മതി. അധികം ഓവർ കളറായിട്ട് വാടേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ വേണം. ഇത്ര വാടിക്കഴിഞ്ഞാൽ കുറച്ച് തക്കാളി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുളിപ്പിന് വേണ്ടി മാത്രമുള്ള തക്കാളി, ഈ തക്കാളി ഇതിലോട്ട് ആഡ് ചെയ്യാം. വേറെ കാര്യം ശ്രദ്ധിക്കണ്ടെങ്കിൽ ഈ കറി ഉണ്ടാക്കുമ്പോൾ ആർക്കും ധൃതി പാടില്ല. തക്കാളി ഇട്ടതിന് ശേഷം മാത്രം കുറച്ച് ഉപ്പ് ഇടുക. അപ്പോൾ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് വാടുകയും ചെയ്യും, തക്കാളി വാടുകയും ചെയ്യും. ആ ഉപ്പിൻ്റെ ഫ്ലേവർ കറക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ തക്കാളി ഇട്ട സ്പോട്ടിൽ കുറച്ച് ഉപ്പ് ഇട്ടണം. അതേപോലെ അളവ് നോക്കരുത്, എല്ലാവരും എത്തുന്ന രീതിയിൽ ഇങ്ങനെ അങ്ങ് പാറ്റി കൊടുക്കുക. സിമ്പിളാണ്. നമ്മൾ ഈ അളവ് നോക്കി നിൽക്കുന്ന പ്രൊഫഷണൽ ഷെഫാണ്. നമ്മളത് പ്രൊഫഷണൽ അല്ല, നമ്മൾ തുടക്കക്കാരല്ല. ഇടുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം തക്കാളി ഇട്ടത് കൊണ്ട് ഒന്ന് മൂടി വെക്കാം. ഓക്കെ, എൻ്റെ ഗൈസ് കുറച്ചിളക്ക്. ഈ വേവ് കണ്ടോ? ഈ ഒരു വേവ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്താക്കേണ്ടത്, വെള്ളം അടിച്ച് ഇതിലേക്ക് പരിപ്പുണ്ട് മസാല ഒക്കെ ഇട്ടിട്ട്. പക്ഷേ നമ്മൾ എന്താക്കണം, ഇതിനു മുമ്പ് ഒരു സ്പെഷ്യൽ ട്രിക്ക്, ആർക്കും അറിയാത്ത ട്രിക്കാണ് കറിവേപ്പില. ഈ കറിവേപ്പില ഇത്രയും വെന്തതിന് ശേഷം മാത്രമാണ് ആ കറിയുടെ സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനും അങ്ങനെ പറഞ്ഞില്ല, ഈ വലിയ വലിയ ഹോട്ടലുകാരും ഈ കല്യാണ വെപ്പക്കാരും അവരൊക്കെ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ട്രിക്കാണ്. അപ്പോൾ ഇതങ്ങനെ ആരും പറഞ്ഞു തരും. ഞാനായതിനെ കൊണ്ടും എൻ്റെ സ്പെഷ്യൽ കുക്കിംഗ് ആയതിനെ കൊണ്ടും മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഉള്ളി വെന്തതിന് ശേഷം മാത്രം കറിവേപ്പില ഇടുക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടേ, ഇത് കണ്ടിട്ട് ഇങ്ങനെ ആരും അംഗീകരിക്കാൻ പോകണ്ട. എനിക്ക് ഒത്തിരി അബദ്ധം. ഞാൻ ആദ്യം കറിവേപ്പില മറന്നു, ഇതൊക്കെ വന്നാൽ ഇപ്പം എടുത്തിട്ടേക്കുന്നത്. നമുക്ക് ടേസ്റ്റ് കിട്ടിയാൽ പോലെ അക്ഷയ ഇങ്ങനെ കറിവേപ്പില മണം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേശം അധികമൊന്നും വേണ്ട, നല്ല
കുരുമുളക് പൊടി. പരിപ്പിന് ഒട്ടും ചേരാത്തൊരു സാധനമാണ് കുരുമുളക്. അത് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ഈ പച്ചമുളക് കുറച്ച് മതി, ബാക്കി മുളക് പൊടി കൂട്ടിയിടാണ്. നിങ്ങളാരും വിചാരിക്കേണ്ട മുളക് പൊടി ഞാൻ കുറച്ച് കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ മുളക് പൊടി കൂടി എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ നല്ലോണം ഉണക്കി പൊടിച്ചെടുത്ത് നല്ല മുളക് പൊടി. ഇത് കുറച്ചധികം ഇടുക. അതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരുന്നില്ല, അത് എൻ്റെ സ്പെഷ്യൽ അളവാണ്. ലേശം മഞ്ഞപ്പൊടി ഇടുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി എടുക്കുന്നതിൻ്റെ ഭാഗം നമ്മൾ മഞ്ഞപ്പൊടി ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫ്ലേവർ കൂടി പോകും. ശ്രദ്ധിച്ചല്ലോ, അത്രേ ഉണ്ട്. ഇനി വേണ്ടത് ഇതേപോലെ തന്നെ എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് എന്താ പറയുക എനിക്ക് വേണ്ടിയിട്ട് ഉണക്കി പൊടിച്ച മഞ്ഞപ്പൊടി. അതാണ്ടേ ഇതാകെ കുറച്ചേ ബാക്കിയുള്ളൂ. ആ ബാക്കിയുള്ള മൊത്തം ഇനി അതിൽ മല്ലിപ്പൊടി ഇട്ടായിരുന്നോ? ചിക്കൻ വേവിച്ചപ്പോൾ ഇല്ല. അപ്പോൾ മല്ലിപ്പൊടി, അത്രയും മല്ലിപ്പൊടി തീർന്നു. ഇത്ര സാധനങ്ങൾ നമുക്ക് ഇതിൽ വേണ്ടു. ചിക്കൻ മസാല കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ ഇട്ടില്ല, കാരണം എനിക്ക് ഈ ഒരു സാധനം മിക്സായിട്ട് അരി പിടിച്ചതും ഒക്കെ കൂടി ആവണം മിക്സാക്കി എടുക്കാം. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ എൻ്റെ വീട്ടിൻ്റെ നേരെ മുമ്പ് തന്നെ കള്ളി ഷാപ്പാണ്. അപ്പോൾ കള്ളി ഷാപ്പൊന്ന് ആ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കുള്ളൊരു മണമുണ്ട്. എൻ്റെ കുഞ്ഞു മക്കളെ ഈ ഞെണ്ടും നല്ല മത്തിക്കറിയും ഈ കൊയലൊക്കെ ഇട്ടിട്ട് ഇവന്മാർ പെട്ടെന്ന് ഇപ്പം ആ മണം കിട്ടുന്നത് ആ ഒരു മണം എന്താണ് ഇവിടെ കിട്ടണം. ഇതിൻ്റെ ഒരു കളർ ടെക്സ്ചർ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തോട്ട് പരിപ്പും ചിക്കനൊക്കെ വീണ് കഴിഞ്ഞാൽ ഒറ്റക്കാര്യം ശ്രദ്ധിച്ച് ചില ആൾക്കാർക്ക് പരിപ്പ് ഇഷ്ടപ്പെടില്ല, എന്നാൽ പരിപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈ പരിപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടെ തന്നെ ഈ ചിക്കൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ? ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും? ഈ അലവി മത്തിക്കറി എന്നെല്ലാം പറഞ്ഞ പോലെ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി എക്സ്ട്രാ ഓർഡിനറി സാധനമായിരിക്കും. ഇത് വേറെ കുറേ സാധനങ്ങളൊക്കെ വരാനുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഈ മസാലയുടെ പച്ചമണം പോകുന്നവരെ ഒന്ന് മൂടി വെക്കാം. ജസ്റ്റ് കുറച്ച് ഒരു 10 മിനിറ്റ്. അപ്പോൾ ഗൈസ്, ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു പൊടിക്കൈ കൂടെ ഈ ഇത്രയും നമ്മൾ സെറ്റായി നിൽക്കുന്ന സാധനത്തിലേക്ക് എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടൊരു പൊടി സാധനമുണ്ട്. ഇത് ഞാൻ കൈയൊക്കെ കഴുകിയായിട്ട് ഇനി അതിനാരും കുറ്റം പറയണ്ട. ഒരു നുള്ള് ഇത്രയേ വേണ്ടു. ഈ പോകുന്ന ചിക്കൻ കറിക്ക് മൊത്തമായിട്ട് ഈ ഒരു നുള്ളു പോരാ, ഒരു 3 നുള്ളു ഇടാം. ഇതിപ്പോൾ അധിക സാധനം വന്നതിനെ കൊണ്ടാണ്. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് വെക്കുന്നതാണ്, ഒറ്റക്കാരെ കൂടി ഞാൻ ഒരു നുള്ളെടുക്കും, 2 നുള്ളിട്ടു. ഇത് ഈ മസാലപ്പൊടി എൻ്റെ അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കിയ മസാലപ്പൊടിയാണ്. ഇതായിരിക്കും ഇത് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ കുളിക്കുകയുള്ളൂ. എന്തായാലും ആ സാധനം കൂടി ഇട്ട് ഇനി ഒന്ന് ഇളക്കി പിടിപ്പിക്കാം. ഈ അടി പിടിക്കുന്ന വേണ്ടിയിട്ട് ആരും കുറ്റം പറയാൻ നിൽക്കണ്ട. ഏതൊരു മസാല വയ്ക്കുന്നത് അത് അടി പിടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരിക. എന്ന് വെച്ചാൽ ആ മസാല ഓവർ അടി പിടിക്കുന്നില്ല, ഇത് കുറച്ചൊരു പൊടിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു സുഖവും അതിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാല സെറ്റായി പിടിച്ച് കൊതിയൻ പൊതു പോയി പിടിക്കും. ഈ സാധനം അപ്രതീക്ഷിത, ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10 മണിക്ക് ശേഷം നമ്മുടെ റൂമിലേക്ക് വരുന്ന ഒരാൾ അധ്വാനിച്ച കഠിനാധ്വാനി വീണ്ടും മുപ്പിൽ 10-20 പാത്രമൊക്കെ തേച്ചഴിക്ക് അങ്ങനെ വലിച്ചെറിയുന്ന മഹാൻ ആലപ്പുഴയുടെ പൊന്ന്, കൊല്ലത്തിന്റെ പൊന്ന്. പപ്പടം, അച്ചാറ്, ലേസ് ഇതൊന്നും നമുക്കൊരു വിഷയമല്ല. നമുക്ക് 10 പാത്രം കിട്ടണം. തേച്ചേകം പാത്രം കിട്ടിയെങ്കിൽ നൗഷാദ് മറ്റേ പേര് അതിന്റെ പേര് മറ്റേ കോപരായിരിക്കും അല്ലേ ആവശ്യമൊക്കെ കണ്ടാ കാണിക്കണം. പാത്രം കഴുകുന്ന കാണിക്കണം. കുക്കിങ്ങിൻ്റെ ഇടയിൽ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് ആവശ്യം പരിശോധന കണ്ടു അടിപൊളി നമ്പർ. പക്ഷെ നമുക്ക് അത് കിട്ടൂല. എന്തുകൊണ്ടാ? നിങ്ങൾ കൊല്ലംകാർക്ക് നല്ല നമ്പർ കിട്ടൂല.
നിങ്ങളേതാണ്? 63 ഇല്ല ഇല്ല യോഗയില്ല അമ്മണിയാ ഭയങ്കര പഠിക്കാളി. ആലപ്പുഴയിലെ താരരാജാവ് സുനിൽ. പിന്നെ ഇയാളൊരു പ്രത്യേകത നോക്കാണ് നാട്ടിൽ പോകാൻ വേണ്ടിട്ട്. അത് മാത്രല്ല ഇയാൾ നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ് ഞങ്ങൾ അറിവില്ല. ഗൈസ് നിങ്ങൾക്ക് എന്തായാലും ഈ സുനിലിന്റെ പാട്ട് ഉണ്ടായിരിക്കുന്നതാണ്. കൊല്ലത്ത് നിന്നും നൗഷാദ് ഇറങ്ങി ഗിറുഗിറ് കാക്കയോ ഗൈസ്, ഗിറുഗിറ് കാക്ക എല്ലാ പ്രവാസികളും കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറേൻ്റെ പിന്നിലുള്ള എൻ്റെ നായകൻ, എൻ്റെ പാർട്ട്ണർ, അതായത് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കൻ കുക്കറിന് ചിക്കൻ മാത്രമാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത പരിപാടി. ഈ ചിക്കൻ ഇങ്ങനെ മാറ്റി വെച്ചാൽ മാത്രം പോരാ, ഇതിന് കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ക്യൂബ്സ് അയ്യോ, ചിക്കൻ മുഴുവനായിട്ട് കോരിയെടുക്കണം. ഓക്കെ, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കോരി എടുക്കുന്നുള്ള എങ്ങനെ ഹൈ പ്രോട്ടീൻ, അതാണ് നമുക്ക് പ്രോട്ടീനാ മെയിൻ. അപ്പം ഇതിലിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം ഒരിക്കലും കളയാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെക്കുന്ന കറീൻ്റെ മെയിൻ പാർട്ട്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മെയിൻ പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളമായിരിക്കണം ഈ നമ്മൾ പരിപ്പിലേക്ക് ഒഴിക്കേണ്ടത്. ഇത്രയേ വെക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് അടിയിലുള്ള ചിക്കനും കൂടി ഒന്ന് കോരിയെടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഇടാം. ഓക്കെ ഓക്കെ, അതിലിട്ടോ, കുഴപ്പമില്ല, പോട്ടെ, എന്തായാലും വേണ്ടല്ലേ, കുഴപ്പമില്ല. ഇച്ചിരി വെള്ളം അതിലേക്ക് കൂട്ടി വെച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇടാം. അവിടെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. അത്ര വേണ്ടു. ഓക്കെ, അപ്പോൾ നമ്മളെന്താക്കി, നേരത്തെ വാട്ടി വെച്ച ഉള്ളിയിലേക്ക് ഇപ്പോൾ ഈ ചിക്കൻ വേവിച്ച വെള്ളം കൂടി വെച്ച് ഇനി അടുത്ത സെക്ഷൻ, അതാണ് മെയിൻ പാർട്ട്, കഴുകി വെച്ച പരിപ്പ്. മസൂർ ദാൽ തന്നെ എടുക്കണം, കാരണം വെച്ചാൽ മസൂർ ദാലിൻ്റെ ആ ഒരു ക്രീമി ടെക്സ്ചറാണ് ഈ കറിക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ സാധനം നമ്മൾ ഇങ്ങനെ ഇടാൻ പാടില്ല. എന്ത് ചെയ്യണം, ഈ വെള്ളം തിളക്കണം. തിള വന്നു കഴിഞ്ഞാൽ ഈ പരിപ്പ് അങ്ങ് ഇടുക. ഓക്കെ, നമുക്കൊന്ന് വെള്ളം തിളക്കുന്നവരെ കാത്തിട്ടോ. കറി കാണിച്ചോടാ. ഉള്ളിക്കറി ഓൾറെഡി തിള വന്നു, കുറച്ച് മുന്നേ തിളച്ചിനെ കൊണ്ടാണ് ഞാനിപ്പോൾ ഒന്ന് തീ ഓഫാക്കി സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ തിള വന്ന ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ സ്പെഷ്യൽ സാധനം മൂന്ന് ദാൽ ആഡ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, കൈ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വേണം എടുക്കാൻ. ഞാനിപ്പോൾ കഴുകിയാണ്. ഓക്കെ, ഈ ചിക്കൻ വേവിച്ച വെള്ളവും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഈ പരിപ്പ് പിടിച്ച് വരുമ്പോഴേക്ക് നമുക്ക് എന്താക്കണം, അവിടെ ഷ്രെഡഡ് ചിക്കൻ റെഡിയാക്കണം. ഷ്രെഡഡ് ചിക്കൻ വെച്ചിട്ടുണ്ടെങ്കിൽ 3 പരുവത്തിലുള്ള ചിക്കൻ, നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ ചീന്തി എടുക്കുക, 100 പരുവത്തിലാക്കി എടുക്കുക. അത് നമ്മൾ ഇതിലേക്ക് എടുക്കുമ്പം ഈ ഹലീം എന്ന് പറയുന്ന സാധനം കഴിച്ച ആൾക്കാർക്ക് അറിയാം. അതേപോലെ തന്നെ അതിൻ്റെ ഹലീം വെച്ചിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചറുള്ള സാധനമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രേവി ടൈപ്പ്, അതായത് ഒരു കറി വരുന്ന ടൈപ്പായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഷ്രെഡഡ് ചിക്കൻ ഡാൾ മസാല റെഡി. പരിപ്പ് ഒരു തരി പോലും വെക്കാതെ മൊത്തം നമ്മളിതിലേക്ക് തട്ടിയിട്ടു. ഓക്കെ, ഇനി ജസ്റ്റ് 2-3 ഇള പരിപ്പിൻ്റെയും ഉള്ളിൻ്റെയും ഇടയ്ക്കിലൊക്കെ ഒന്ന് മൊത്തം ഒന്ന് കയറി നിറങ്ങട്ടെ. ഉണ്ടോ, ഈ രീതിയിലേക്ക്. അപ്പോൾ ഈ പരിപ്പൊന്ന് വെള്ളം കുടിച്ച് വേണ്ടത് നമുക്കൊന്ന് കുറച്ചൊരു മൂടി വെക്കാം. അപ്പോഴേക്കും നേരത്തെ നമ്മൾ വേവിച്ച് ചിക്കൻ ഒന്ന് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അത് വെച്ചുള്ളൊരു പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ഇതേപോലെ ചിക്കൻ നേരത്തെ മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചിന്തി എടുക്കുമ്പോൾ എന്തായാലും ചൂടുള്ള സാധനമാണ്, ചെറുതായിട്ട് കൈകൊള്ളും. അതുകൊണ്ട് എന്താക്കണം, ഇതുപോലൊരു ബൗളിൽ ലേശം വെള്ളം എടുത്ത് വെക്കണം. ഈ വെള്ളത്തിൻ്റെ കളറും കാര്യങ്ങൾ നോക്കണ്ട, കാരണം വെച്ചാൽ ഞാൻ കുറച്ച് മുമ്പേ നോക്കിയ ഇവിടെ ഇതേപോലെ ചിന്തി വെച്ചായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഞാൻ മുക്കിയ ആ വെള്ളമായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ചിക്കൻ എടുക്കുക, ഇതേപോലെ ഒരു 3-4 പീസാക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 3-4 പീസാക്കുമ്പോൾ ഇതിൻ്റെ ആ ചൂട് ഒന്ന് സ്പ്രെഡ് ആവും. അപ്പോൾ നമുക്ക് എന്താവും, തണിഞ്ഞ് കിട്ടും. ആ തണിഞ്ഞ് കിട്ടിയ ചിക്കൻ താണ്ടെ ഇതേപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ചിന്തി എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുള്ള് പക്ക മിക്സ് ചെയ്താണ്ട് ഇതുപോലെ കിട്ടണം ഈ ടെക്സ്ചറിലേക്ക്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ചിന്തി എടുത്തിട്ട് വരാം. അതുവരെ ഈ വെള്ളം എങ്ങനെയുണ്ട്,
നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഈ 2-3 പേര് വർക്ക് ചെയ്യുമ്പോൾ ഒരാൾ മാറിയിരിക്കുന്നത് തീറ്റപ്രാന്ത് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കേട്ടോ കഴിക്കണം. അപ്പൊ എന്താ സംഭവം നേരത്തെ കഴിച്ചോണ്ടിരിക്കുന്ന കണ്ടല്ലോ. അപ്പൊ ഓൾറെഡി വയറ് നിറച്ച് വന്നിട്ട് നമ്മളെ കറി ഏകദേശം ഇവിടെ വന്ന് സെറ്റ് ആയി കിടക്കാണ്. ഇതിലേക്ക് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മാറ്റി വെച്ച ചിക്കൻ ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ കുറച്ചായിട്ട് എടുക്കാം. ശേഷം ഇതിലോട്ട് പറഞ്ഞുകൊണ്ട് ചിക്കൻ മനസ്സിലാക്കാൻ പറ്റിയത് ഇവിടെ ആരും പൂച്ചയൊന്നും പിടിച്ചില്ല. അപ്പൊ നമ്മൾ ഈ സാധനം നൈസായിട്ട് മെല്ലെ 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 ഇതുപോലെ എടുത്തിടുന്ന സമയം മെല്ലെ മെല്ലെ ഇളക്കണം. നിങ്ങൾ ഇളക്കലിന്റെ ആളെ ഇളക്കിയാൽ മതിയോ? ഒരു കാര്യം പറയട്ടെ, ഇതില് മേലെ മേലെ ഇളക്കുമില്ലേ തൊഴയിലല്ലാതെ അടിയിൽ വള്ളംകളിക്ക് പോകുന്ന ആലപ്പുഴക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനെ പയ്യെ തുഴഞ്ഞു അതുകൊണ്ടാ പറഞ്ഞ ഞമ്മള് കോഴിക്കോട്ട് വെളുക്കുന്ന കൂട്ടി കടിക്കും. വള്ളംകളിയിൽ മീനിന്റെ നെയ് കഴിക്കുന്ന അപ്പുറം വരത്തില്ല, വെളുക്കുന്ന കടിക്കുന്നത് കേട്ടാ. അത് വേറെ ശൈലിയിൽ വേണം ഇളക്കാൻ, അല്ലാണ്ട് തുറയെന്ന് പറയരുതിരിക്കുന്നു. ഇതിനൊക്കെ മറുപടി ആലപ്പുഴക്കാരുടെ കൊല്ലം കേൾക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. വെറും ഇതാണ് നിങ്ങൾ. അശുക്കളാണ് നിങ്ങൾ, അശുക്കൾ. ഇതാ നോക്കൂ, എന്തൊരു മനോഹരമായ ചിക്കൻ കറി. ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ ഇത്രയും നേരം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹലീം പോലത്തെ വേറെ സംഭവം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഗ്രേവി ആയിട്ട്. അപ്പൊ ഇതിലേക്ക് നമ്മൾ കൂട്ടത്തിൽ സുനിയായിട്ടും പിന്നെ ഔഷധിക്കും അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഈ ചിക്കൻ പ്രായമുള്ള ചേട്ടന്മാര്, പല്ലിന് ബലമുള്ളവന്മാര് ആപ്പോ കൊണ്ടും ഇവന്മാർക്ക് കുറച്ച് കട്ടിയുള്ള ചിക്കൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഒരു ചെറിയൊരു ബ്രസ്റ്റ് പീസ് ചിക്കന്റെ ചെറിയൊരു കഷ്ണം പോലെ എടുത്തിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്യാം. ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് അതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കുക. ഏകദേശം ഈ പാത്രത്തിന്റെ മുക്കാവൊക്കെ സാധനമായി കുറച്ചുകൂടി വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഇത് ഫുള്ളാവും. ഫുള്ളായി കഴിഞ്ഞ് നിൽക്കാൻ വറ്റി വരണ്ട നല്ല പിടിച്ചെടുക്കുമ്പോഴേക്കില്ലേ. അപ്പോൾ നമ്മളെ കറി അവിടെ ഏകദേശം നല്ല അടിപൊളിയായിട്ട് വെന്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു അവസാനത്തെ തെറിപ്പിക്കലെന്നറിയില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് മല്ലിച്ചപ്പിടുക. ഗാർണിഷിംഗ് എന്ന് പറയും. അതിൻ്റെ കൂടെ നമ്മൾ എന്താക്കുക, നമ്മൾ ചെറിയൊരു പൊടിക്കും. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെയാണ്. നമ്മളൊരു പൊടിക്കും ഇത് സംഭവം നമ്മൾ പറയില്ല, ഞങ്ങളുടെ ആൾക്കാർ പറഞ്ഞ് വെച്ച രീതി അത്രേ ഉള്ളൂ. കറി വായിക്കോ ഈ കുമ്പള ഇതിങ്ങനെ ഇളക്കിയിട്ട് ഈ തിക്നെസ് ഇല്ലേ വെള്ളം കൂടെ മിക്സായി അങ്ങനെ വരും. ഉണ്ടാ ചിക്കനൊക്കെ നല്ല അടിഞ്ഞ് പരിപ്പൊക്കെ അടിഞ്ഞ് ഈ ഒരു ടെക്സ്ചർ ഉണ്ടാ. ഇതാണ് കറി, ഇതാണ് ഷ്രെഡഡ് ചിക്കൻ ദാൽ മസാല. നിങ്ങോ ഈ സാധനം കിട്ടുമോ? കുളിരി. അപ്പോൾ ഈ സാധനം ഗാർണിഷ് ചെയ്യുക. മല്ലിച്ചപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥിരമുള്ള കാര്യം ഇളക്കാൻ പാടില്ല. നേരെ തറയ്ക്ക് നോക്കോ, ഗ്യാസ് ഓഫാക്കുന്നു, മൂടിയെടുക്കുന്നു, മൂടുന്നു, ഡയറക്റ്റ് ടു ഡൈനിങ് ടേബിൾ. അപ്പോൾ കറി റെഡി ആയതിനു ശേഷം എല്ലാവരും ഇരുന്ന് ഇവിടെ ഞാനും ഉണ്ട്. ആലപ്പുഴക്കാരൻ്റെ ഇളക്കലൊക്കെ ഞങ്ങൾ കണ്ടല്ലോ നേരത്തെ. ഈ ചുറ്റുപറ്റും അത് കൊല്ലക്കാരൻ്റെ ധാഷ്ട്യം. അതൊന്നും പറ്റില്ല. ഇത് തൃശ്ശൂർക്കാരൻ. കഷ്ണം വേണോ തീരെ വേണോ എന്ത് കോപ്പം എനക്ക് തിന്നാ മതി. ഇവിടെ തീറ്റക്കാരെ കിടക്കുമ്പോഴാണ് ആവശ്യമൊക്കെ വന്നിട്ട് സാധനം കഴിഞ്ഞിരുന്നു. നേരത്തെ കിട്ടി. അത് തെളിവ് എന്തിട്ട്
കഴിക്കാൻ വേണ്ടിട്ട് വന്നിരുന്നതാണ്. പക്ഷെ അതിന് മുമ്പ് ഞാനത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. കണ്ട കഷ്ടപ്പാടുള്ള മനുഷ്യൻ 10 മണിക്ക് ജോലിയും കഴിഞ്ഞ് വന്നിട്ട് പാത്രം തേച്ച് ഒരു പിടി കഴിക്കാന്നും പറഞ്ഞിട്ട് വന്ന കക്ഷിയാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും മൂപ്പര് വേറെ കാര്യം മൂപ്പര് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന് ആ സമയത്ത് എന്താ ഈ സുനിയായിട്ട് ഭക്ഷണം കഴിച്ച് ഈ ചങ്ങയ്ക്ക് ഒരു കറി വെച്ചില്ലടാ. കറി വെച്ചില്ലെന്നോ? ആര് പറഞ്ഞു വെച്ചില്ലെന്ന്? അങ്ങനെ കാലി പാത്രം തേച്ച് കഴിക്കുക. സോസേജ് ഇവിടെ നിന്നിട്ട് ഇവിടെ ഇവിടെ നമ്മുടെ ചെക്കൻ വെച്ച കറിയുള്ളൂ ഞങ്ങളെ കറി. പാവം എല്ലാം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഭദ്രമായിട്ട്. വലിയ തിന്ന ഉറങ്ങാ ഗോതമ്പിളൊക്കെ വയറി ആടി അത് ആടി ഈ ആടി. ഇക്കും നാട്ടിൽ പോകണ്ടല്ലേ? എന്ത് നിങ്ങൾ നടക്കാത്തത്? ഞാൻ നാട്ടിലൊക്കെ പോയിക്കോളൂ. ഞങ്ങളിവിടെ പച്ചക്കറി കയറി കോപ്പ് കയറി അയാളുടെ പറഞ്ഞിട്ടുണ്ടൊക്കെ മെയ് 24 നാട്ടിൽ പോയി കളിയും കേട്ടാ. അധികം പറയരുത്. ഇനി അതൊക്കെ പോട്ടെ. നമ്പർ വേറെ കാര്യമുണ്ട്. വേറെ അവിടെ ചെല്ലുമ്പോഴേക്കും ചിലപ്പോ ഇറങ്ങുമ്പോഴേക്കും ആയിരിക്കും നീ ഇത് നമ്മുടെ മറ്റേ ഉഷാദിച്ചല്ലേ നമ്മുടെ ഇത് കണ്ടിട്ട് കാലം മാറി. അപ്പോഴത്തേക്ക് ഔഷധക്ക് വേറൊരു ഔഷധക്കല്ല കഠിനാധ്വാനിയായ സ്വർഗലോകത്തിലെ കഠിനാധ്വാനി. പക്ഷെ എനിക്കൊരു കാര്യം കേടി ഈ കാറിനെ കുറിച്ച് അഭിപ്രായം സുല്ലേട്ടോ എന്ന് പറഞ്ഞേ. കറിയെ കുറിച്ചൊന്നും പറയാനില്ല, എല്ലാം അടിപൊളിയാണ്. ഒരു കഷ്ണത്തില് സത്യം പറയണം, നിങ്ങൾ മറ്റേ ആർട്ടിഫിഷ്യൽ ആവണ്ടോ? അല്ല കഷ്ണം ഉണ്ടല്ലോ ചെയ്ത് വെച്ചേക്കുന്നത് എന്തായാലും കഴിക്കുക. എന്നിട്ട് കുബൂസ് ഇട്ട് വെട്ടി ഉണ്ടാക്കിലേക്ക് കുത്തി കയറ്റിയ അന്നേരൊന്നും കുഴപ്പമില്ല. എന്തൊക്കെ തോന്നാറുണ്ട് ഇക്കേനെ സംബന്ധിച്ച് നമ്മള് മറ്റേ ചതച്ചിട്ട് കൊടുത്തു. പക്ഷെ പുള്ളി അത് കഴിക്കത്തില്ല, പല്ലിന് ആവതി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചതച്ചിട്ട് കൊടുത്തതാണ്. പ്രായത്തെ ബഹുമാനിക്കുന്നു ഞങ്ങൾ. ഞാൻ കൗണ്ട് പച്ചക്കറി റൂമിൽ ചില പേരുമാർ എനിക്ക് പല്ലെ കൊച്ചില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും, പോകുന്നതിന് മുമ്പ് നടത്തിയിരിക്കും. എന്നെ പ്ലൈവുഡിന്റെ ബോക്സ് കയറ്റുന്നില്ല. നിങ്ങൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ആ പ്ലൈവുഡ് കവറിൽ കയറാൻ വേണ്ടി ഇരിക്കുന്ന വ്യക്തിയാണോ? അതൊക്കെ ഒന്നി പെട്ടിട്ടി പോലെ വീട്ടിലായി ഞാൻ ഒരു മിനിറ്റ് കുബൂസിനും കൊള്ളാം. കുറെ കാര്യം കുബൂസിനെ കളിയാക്കുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ. നാട്ടിൽ കിട്ടുന്ന മൈദ ഉണക്കിയ സാധനം ഇല്ല കുബൂസ്. യഥാർത്ഥ കുബൂസ് ഈ സാധനം യഥാർത്ഥ കുബൂസ്. ഇത് കമാശല്ല. ഇങ്ങനെ എത്ര കാലം ഗൾഫിൽ വന്നിട്ട് ഗൾഫിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ കഴിച്ചിരിക്കുന്നത് ചിക്കൻ 65ഉം പൊറോട്ടയും നെയ് ബിരിയാണിയൊക്കെ. പക്ഷെ ഈ റൂമിൽ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇപ്പൊ എന്ത് ചെയ്യാനാ, എന്ത് ചെയ്യും? എപ്പോ ചീരക്കറിയും സോസേജ് കയറ്റി കൊല്ലംകാരന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ആ പുള്ളി ഉച്ചക്ക് ഉന്നം വെച്ചിട്ടിരുന്ന സാധനമാണ് ഞാനെടുത്ത് കഴിച്ചത്. കയറ്റിയിട്ട് വയറും നടവിയാണ് കിടക്കുന്നത്. അച്ഛൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല ഞാനതെടുത്ത് കഴിച്ചതിലാണ് കുഴപ്പമായത്. അത് അദ്ദേഹം അവിടെ ഫോക്കസ് ചെയ്ത് വെച്ചിരുന്ന സംഭവം. പരിപ്പും ചെയ്യായിട്ട് വെച്ചതും സോസേജ് ഒഴിച്ചിട്ട് കൊല്ലമുളക് കയറ്റിയിട്ട് വയറും നടവിയാണ് കിടക്കുന്ന ഫോട്ടോ എടുക്കണ്ടേ. എന്നിട്ട് ഇതും കഴിച്ചിട്ട് ബാത്റൂം പോയി. എന്തിന് ബാത്റൂം പോയി? ഇത് കഴിക്കാം. എന്നെ പോലുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പറ്റും? ഡയലോഗും നാട്ടിൽ പോകുമ്പോ പച്ചക്കറി കുടിക്കുന്നത് ചിക്കൻ കുടിക്കുന്നത് വയറ് പറക്കാനും ഓടുന്ന ചർച്ചയാ അവിടെ അടുക്കത്തില്ല. വെളിയിൽ നിൽക്കും. ഞങ്ങൾ പറഞ്ഞ അവിടെ വെളിയിൽ നിൽക്കും. ഈ തേമ്പി ഡയലോഗ് ഏതാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഡയലോഗ് ഏതാണ്? തേമ്പി ഡയലോഗ് പറയൂ. ഞങ്ങൾ ഇവിടെ റെക്കോർഡിൽ കേട്ടു. ഇനി ഓക്കെ അല്ലേ കൺക്ലൂഷൻ? ഇനി സ്വത്തോടെ ഒന്ന് കഴിക്കാം. ഓക്കെ റിയൽ ആയിട്ട് വേണം. അത് ഫേസ്ബുക്കിൽ ഡൗൺലോഡ് ചെയ്താ. ഫേസ്ബുക്കിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് റിച്ച് കിട്ടുമെന്ന് ഇവർക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഇത്ര മാത്രം ഇങ്ങനെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കൊല്ലംകാരനാണ് ഈ പറഞ്ഞത്? കൃത്യമായിട്ടുള്ള ബോധം നൗഷാദ് ഉണ്ട്.
യൂട്യൂബ് എന്താണെന്നും നൗഷാദ് ഓൺലൈനിൽ എന്താണെന്നും ആ കോട്ടി പറയും. അല്ല അതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് യൂട്യൂബ് എന്താണെന്ന് പുള്ളിക്കാരൻ നന്നായിട്ട് അറിയാം. ഞാൻ പോസ്റ്റ് ചെയ്താ ഇനി നമുക്ക് കറക്റ്റ് ആയി റിവ്യൂ പറയാം. ഇത് അടിപൊളിയായത്. ഇനി നീ ഈ വീഡിയോ പിടിച്ചിട്ട് ഒത്തിരി വിഷമിക്കണ്ട. നീ ആഹാരം കഴിക്കണമെങ്കിൽ ആഹാരം കഴിക്കാം. റിവ്യൂ അഞ്ചെണ്ണം കഴിച്ചില്ലേ? അതിൽ ഒരെണ്ണം കഴിച്ചോ? നീ നോക്കരുത്. എത്ര കഴിക്കണം? അവൻ സൗകര്യം കൊണ്ട് കഴിക്കും. ഇയാളെ പറഞ്ഞ കാര്യം. നിങ്ങളെല്ലാം റിവ്യൂ റിവ്യൂ പറഞ്ഞോ. ഓക്കെയാണ്, എല്ലാം പാകത്തിന് ചേർന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇളക്കിന്റെ ഗുണമില്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു പോരായ്മയുണ്ട്. ഓക്കെ അത്യാവശ്യമാക്കാം. ഒരു കാശിന് കൊള്ളത്തില്ല, ഓക്കെ ചുമ്മാ കഴിക്കുന്നേ ഉള്ളൂ. ഓക്കെ. ഇനി സ്വന്തം ബ്ലോഗറുടെ റിവ്യൂ. ഇളക്കിന്റെ സംഭവം ആരാ ഇളക്കിയത് വീഡിയോ പൂർണ്ണമായിട്ടുണ്ട്. അപ്പൊ അതവിടെ വെക്കട്ടെ. കറി എനിക്ക് എന്റെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നെല്ല് ഒരാള് പറഞ്ഞൊരു കാശിനും കൊള്ളൂല. വൈകുന്നേരം വന്നിട്ട് ഷോപ്പിൽ നിന്ന് വന്നിട്ട് സോസേജ് കിട്ടാത്തതിന്റെ സങ്കടം എന്റെ ചിക്കൻ കറിയോട് തീർക്കുന്നത്. നാണുണ്ടോ മനുഷ്യ? ഒരു ചിക്കൻ കടിച്ചു പറിച്ച് തന്ന കാല് പോലും കിട്ടിയില്ല, എല്ലാം പിടിച്ച് പറിച്ച് നാശമാക്കി. ഇത് കറി ഷ്രെഡഡ് ചിക്കൻ മസാല. ഇത് ഇങ്ങനെ ഷ്രെഡഡ് ചിക്കൻ പല്ലില്ലാത്തവർക്ക് നന്നായിട്ട് ഒരു കടിക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ പ്രായവും നിങ്ങളെ ആ ഒരു കല്ലിനെ ഒക്കെ മാനിച്ച് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചിക്കൻ മുറുക്കിയെടുത്ത് എന്തിനാ? നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇറങ്ങാൻ വേണ്ടി. രണ്ട് കൈ വെച്ച് കടിച്ച് പറിച്ചൊക്കെ അവിടെ ഇടുന്നുണ്ട്. ഒന്നാമത് പല്ലില്ല. ആ പല്ലില്ലാത്ത അവസ്ഥ വെച്ച് 42 പല്ലിന്റെ ഡയലോഗും നമ്മൾ ഈ മുറുക്കാൻ ചെല്ലത്തില് ഇടിച്ചു വേണം കൊടുക്കാൻ. പക്ഷേ എന്നിട്ട് നമ്മളത് തിളപ്പിച്ചാ കൊടുത്തത്. മനസ്സിലായില്ലേ? മണിക്കൂർ നിന്ന് അതെ അതെ അതെ. നമ്മൾ എന്താ മനസ്സിലാക്കാൻ എന്നിട്ടും പോരാ. നിങ്ങളിപ്പോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇടിച്ച് കിട്ടുമോ നിങ്ങൾക്ക് ഇതുപോലെ? ആ പറയൂ പറയൂ, കിട്ടുമോ? കിട്ടൂല, ഒത്തിരി മുട്ടി കിട്ടൂല. നാട്ടിൽ പോയിട്ടില്ലേ ഭാര്യ എന്താ പറയാനോ അച്ചാറിന്റെ കുപ്പികൾ ഏമാരെ മണ്ട കടിക്കാൻ ഒന്നും കിട്ടുന്നില്ല. നൗഷാദ് കഴിച്ച പ്ലേറ്റാണ്.